Welcome back to 12th day of CBSE Maths Crash Class conducted by Archana Study Center. അപ്പോൾ നമുക്കിന്ന് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ സെക്കൻഡ് പാർട്ടായ സം ഓഫ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ടേക്ക് എ നോട്ട്ബുക്ക്, വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. ഇന്നത്തെ ടോപ്പിക് സം ഓഫ് n നമ്പേഴ്സിനെ ആൻഡ് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അരിതമെറ്റിക് പ്രോഗ്രഷൻ AP എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു a plus d, a plus 2d up to a plus n minus 1 into d. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ അരിതമെറ്റിക് സീക്വൻസ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പൊ 2, 4, 6, 8 എന്നൊക്കെ പറയുന്ന ഈവൺ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ് വരുന്നത്? 2 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് 2 സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസും തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസും എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതിന്റെ nth ടേം കണ്ടുപിടിക്കുന്നത്, അതായത് ഒരു 5th ടേം അല്ലെങ്കിൽ ഒരു 9th ടേം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 100th ടേം എന്ന് പറയുന്ന പോലെ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ an = a plus n minus 1 into d ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് n നമ്പേഴ്സ് ഉള്ള ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് n നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും. 2, 4, 6, 8 എന്ന് പറയുന്ന ഈവൺ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസിന്റെ ഒരു 100 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ സം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇരുന്ന് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ചില സീക്വൻസ് നമുക്ക് ആഡ് ചെയ്താൽ കിട്ടും. ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ n ചെറുതാണെങ്കിൽ നമുക്ക് ഇരുന്ന് ആഡ് ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഇക്വേഷൻ എന്താണ് നോക്കാം നമുക്ക്. Sn is equal to sum of n numbers. Sn is equal to n/2 into 2a plus n minus 1 into d. ഇതാണ് ഇക്വേഷൻ. ഇതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ്. 100 നമ്പേഴ്സ് എന്ന ആ 100 ആണ് n. a എന്ന് പറയാൻ നമുക്കറിയാം ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ n-1 into d എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 2a എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ? n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. Sn is equal to n/2 into a plus an. അതായത് n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് സം ഓഫ് n നമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തു എഴുതിയിട്ടുണ്ട്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഓഫ് AP ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, an അല്ലെങ്കിൽ l എന്ന് പറയുന്ന nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്തതിനോട് n/2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ Asn കിട്ടും. അപ്പൊ നമുക്ക് an അറിഞ്ഞിരിക്കണം, ലാസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം. കോമൺ ഡിഫറൻസ് അറിയില്ല എന്നുള്ള കേസിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. n/2 2a plus n minus 1 into d. നല്ലപോലെ അറിഞ്ഞിരിക്കണം രണ്ട് ഇക്വേഷൻ. അതുപോലെ നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ് an കണ്ടുപിടിക്കാൻ. ഇത് മിക്സ് ചെയ്തിട്ട് വരും. an കണ്ടുപിടിക്കാൻ nth ടേം കണ്ടുപിടിക്കാൻ, 100th ടേം, 128th ടേം, ആ സീക്വൻസിലെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a plus n minus 1 into d. ഇത് സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. അതായത് n നമ്പേഴ്സിന്റെ, n സീക്വൻസിലെ n നമ്പേഴ്സിലെ 100 നമ്പർ അല്ലെങ്കിൽ 5 നമ്പർ 10 നമ്പർ അങ്ങനെ n നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത്? n/2 into 2a plus n minus 1 into d. ഡിഫറൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി ഫോളോയിങ് AP. ഇവിടെ ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. 1, 4, 7, 10 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. അതിലെ 20 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ടേംസ് ആണ്. അപ്പൊ എടുത്ത് എഴുതാം n = 20. ഓക്കെ, ഇനി നമുക്ക് ഈ സീക്വൻസ് നോക്കിയാൽ അറിയാം ഇതിന്റെ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി നമുക്ക് കിട്ടേണ്ട നമ്പർ എന്താണ്? d അറിയണം അല്ലെ, കോമൺ ഡിഫറൻസ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. 7 - 4 എന്താണ്? 3 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Sn is equal to n/2 into 2a plus n minus 1 into d ആണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n എന്ന് പറയുന്നത് 20 ആണ്. 20 divided by 2 അല്ലെ, 2 into a എത്രയാണെന്ന് നോക്കിക്കേ, 2 into 1.
ഓക്കെ 2 into 1 plus n minus 1 n എന്ന് പറയുന്നത് എന്താണ് 20 minus 1 into d എന്ന് പറയുന്നത് 3 ആണ്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് ഇൻറ്റു ഉണ്ട് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം അത് കറക്റ്റ് ആയിട്ട് അറിയണം കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്. 20 divided by 2 നമുക്ക് എഴുതാം 10 എഴുതാം. അത് കഴിഞ്ഞ് 2 into 1 2 ആണ് പ്ലസ് 20 minus 1 എന്താണ് 19 into 3 ആണ്. ഇനിയിപ്പോ ഇതില് നിങ്ങൾ തെറ്റിക്കുക 2 plus 19 ചെയ്യുന്നവരുണ്ട് ചെയ്യരുത്. ആദ്യം പ്ലസും മൾട്ടിപ്ലിക്കേഷനും കൂടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ആദ്യം ചെയ്യാം. 19 into 3 എന്ന് പറയുന്നത് എത്രയാണ് 57 ആണ് വരിക. നമുക്ക് നോക്കി നോക്കാം 19 into 3 അല്ലെ 27 2 57 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 2 plus 57 വരും. ഇനി നമുക്ക് ഈ 57ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും 10 into 59 വരും. അപ്പൊ ആൻസർ എത്ര വരും 590 വരും. അതായത് S20 എന്ന് പറയുന്നത് എന്താണ് 590 ആണ്. അതായത് 20 ടേംസിന്റെ ഈ സമ്മിന്റെ സീക്വൻസിന്റെ സമ്മ അതായത് 1 plus 4 plus 7 plus 10 plus ഇങ്ങനെ 820 വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഇതാണ് S20 എന്ന് പറഞ്ഞത്. ഇതിന്റെ ആൻസർ എത്രയാണ് 590. ഇതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് an AP whose nth term is given as an is equal to 5 minus 2n. ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് n എന്ന് പറയുന്നത് 20 ആണെന്ന് അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് SN ആണ് നമ്മളോട് S20 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടില്ല. പകരം അവർ തന്നിരിക്കുന്നത് ANന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. AN equal to 5 minus 2n എന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ AN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A കണ്ടുപിടിക്കാമല്ലോ. A എങ്ങനെ കണ്ടുപിടിക്കാം n-ന് 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും A കിട്ടും അല്ലെ. അപ്പൊ 5 minus 2 into 1 എന്ന് പറയുന്നതാണ് നമ്മുടെ A അല്ലെ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇത് nth ടേമിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് n-ന് ഏത് നമ്പർ ഇട്ട് കൊടുക്കുന്നോ ആ ടേംസ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് സീക്വൻസ് മുഴുവൻ വേണമെങ്കിൽ AN വെച്ചിട്ട് എഴുതാം. അപ്പൊ 5 മൈനസ് അതുപോലെ നമ്മൾ ഫസ്റ്റ് ടേം അത് വെച്ച് എഴുതാണ് 5 minus 2 equal to 3. ഓക്കെ പിന്നെ A2 എന്ന് പറയുന്നത് 5 minus 2 into 2 ആണ് അല്ലെ. 5 minus 4 equal to 1. നമുക്ക് A2 അറിയാം A1 അറിയാം ഫസ്റ്റ് ടേം അറിയാം. അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം A2 minus A1 അല്ലെങ്കിൽ A equal to 1 minus 3 equal to minus 2 ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി -2 A എന്ന് കിട്ടി 3 അതുപോലെ തന്നെ n 20 അറിയാം. അപ്പൊ പിന്നെ ഫസ്റ്റ് 20 ടേംസിന്റെ സം കണ്ടുപിടിക്കാമല്ലോ. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn is equal to n by 2 into 2A plus n minus 1 into d. ഓക്കെ ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് നമുക്കറിയാം 20 divided by 2 ആണ് n എന്ന് പറയുന്നത് ഇൻറ്റു 2 into A എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ് പ്ലസ് n minus 1 n എത്രയാണ് 20 minus 1 into d എന്ന് പറയുന്നത് എന്താണ് -2 ആണ്. ആദ്യം ഏത് ചെയ്യണം എന്നാണ് ടീച്ചർ പറഞ്ഞത് 20 minus 1. നമുക്കിത് കിട്ടുന്നത് 20 divided by 2 10 ആണ്. ഓക്കെ 2 into 3 എന്ന് പറയുന്നത് എന്താണ് 6 ആണ് പ്ലസ് 20 minus 1 19 into -2 ആണ്. ഓക്കെ 19 into -2 എന്ന് പറയുന്നത് ആദ്യം ചെയ്യണം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പൊ 10 into 6 പ്ലസ് 19 into -2 എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 9 into 2 8 1 into 2 2 into 1 എന്ന് പറയുന്നത് 3 ആണ് 38 ആണ്. പിന്നെ ഇവിടെ എന്താണ് -2 ആണ് അല്ലെ. അപ്പൊ -38 ആണ് വരിക. 10 into 6 പ്ലസ് എന്ത് വരും -38 ആണ് വരുന്നത്. നോക്കിക്കേ ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്. അപ്പൊ എന്താ നമ്മുടെ റൂള് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിന്റെ സിമ്പിൾ ഇടണം അല്ലെ. അപ്പൊ നമുക്ക് ഇതിവിടെ എന്ത് വരും 10 into -32 വരും അല്ലെ. വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 32 വലുതിന്റെ സിമ്പിൾ എന്താണ് മൈനസ് ആണ്. അപ്പൊ എന്ത് വരും -32. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക മൈനസ് ആണ് ആൻസർ വരിക ഒരെണ്ണം മൈനസ് ആയതുകൊണ്ട്. സോ S20 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും 10 into -32 equal to -320. S20 എന്ന് പറയുന്നത് -320 ആണ്. ഓക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.
മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹൗ മെനി ടേംസ് ഓഫ് ദി AP -6 -11/2 -5 -9/2 എക്സെട്ര ആർ നീഡഡ് ടു ഗീവ് ദെയർ സം 0. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് തന്നിട്ടുണ്ട്. AP തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എല്ലാം ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്. തന്നിരിക്കുന്ന AP ഒന്ന് നമുക്ക് എഴുതി നോക്കാം. AP തന്നിരിക്കുന്നത് -6 -11/2 -5 -9/2 എക്സെട്ര ആണ് തന്നിരിക്കുന്ന AP. തന്നിരിക്കുന്ന APയിൽ നിന്ന് നമുക്ക് A എടുത്തെഴുതാം അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -6 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -11/2 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇൻറ്റു -6 ഉള്ളിലിടണം, ബ്രാക്കറ്റിലിടണം. ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം നമുക്ക് നെഗറ്റീവ് ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം. -11/2 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്. രണ്ട് ഡിനോമിനേറ്റർ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ദിസ് ബിക്കം -11/2 +12/2 ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മുടെ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആയി. നമുക്ക് സിമ്പിൾ ആയിട്ട് അഡീഷണലി സബ്ട്രാക്ഷൻ ചെയ്യാം ന്യൂമറേറ്ററിന്. 12 - 11 എന്ന് പറയുന്നത് 1 ആണ്, 1/2. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രകാരം A എന്ന് പറയുന്നത് -6 ആണ്, D എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹൗ മെനി ടേംസ് ആണ്. അപ്പൊ n എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. Sn = n/2 ഇൻറ്റു 2a plus n minus 1 into d. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n/2 into 2 into -6 plus n minus 1 into d എന്ന് പറയുന്നത് 1/2 ആണ്. Okay, this become n/2 into -12 plus ഈ 1/2 ഉള്ളിലെടുക്കുമ്പോൾ എന്തുവരും? n/2 -1/2 ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദിസ് ബിക്കം Sn എന്താണ്? 0 ആണ് അല്ലെ. ഇത് ഇക്വേറ്റ് ചെയ്യാം, 0ക്ക് വേണ്ടി ഇക്വേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്കിത് ഒന്നുകൂടി എഴുതാം. ഇത് എന്തുവരും? ഈ 12ഉം -1/2 കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പുറത്തിട്ട് ആഡ് ചെയ്ത് നോക്കി നോക്കാം. -12 -1/2. ഓക്കെ, നമുക്കപ്പോ ഇത് എന്ത് ചെയ്യാം? ഇതിന്റെ താഴെ 1 ആണല്ലേ ഡിനോമിനേറ്റർ. നമ്മൾ ഇൻറ്റു 2 രണ്ട് സൈഡിലും ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? -24 ഡിവൈഡഡ് ബൈ 2 -1/2 വരും അല്ലെ. നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ മേലെ എന്താ വരിക? -24 -1 എന്ത് വരും? -25 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ ഇതെന്ത് വരും? നമുക്ക് n/2 ഇൻറ്റു ബ്രാക്കറ്റില് -25 ഡിവൈഡഡ് ബൈ 2 പ്ലസ് n/2 വരും. ഇതാണ് നമുക്ക് വരുന്നത് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. -25 n ഡിവൈഡഡ് ബൈ 4 വരും പ്ലസ് n ഇൻറ്റു n എന്തുവരും? n². 2 ഇൻറ്റു 2 4 ഈക്വൽ ടു 0. അത് ഈസ് 4 കോമൺ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n² -25 n/4 ഈക്വൽ ടു 0 വരും. ഓക്കെ, 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 0 വരും. 4 ഇൻറ്റു 0 n -1 ഇൻറ്റു 25 n ഇൻറ്റു 1 വരും അല്ലേ. അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. n² -25 n ഇൻറ്റു 1 ഈക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു 0 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. n² -25 n ഈക്വൽ ടു 0. n കോമൺ എടുക്കുക നമ്മൾ. n -25 ഈക്വൽ ടു 0. ദിസ് ബിക്കം n ഈക്വൽ ടു 0. അതോ പോസിബിൾ അല്ല അല്ലെ. ഓർ n -25 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് n ഈക്വൽ ടു 25 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. n -5 is equal to 25 equal to 0. അപ്പൊ നമുക്ക് എന്ത് വരും? നമ്പർ ഓഫ് ടേംസ് is equal to 25 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഷോ ദാറ്റ് സം ഓഫ് ഓൾ ടേംസ് ഓഫ് AP whose first term is A, second term is B and last term is C is equal to A plus C into B plus C minus 2A divided by 2 into B minus A. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം സം ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സം ഓഫ് ഓൾ ടേംസ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം തന്നു കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു
ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് പ്രകാരം നമുക്ക് SN ആണ് ഇത് കിട്ടേണ്ടത് അല്ലെ. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് ടേം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, A തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെക്കൻഡ് ടേമും പിന്നെന്താ നമുക്ക് തന്നിരിക്കുന്നത്? ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, AN തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് A തന്നെയാണ്. ലാസ്റ്റ് ടേം N എന്ന് പറയുന്നത് L ഈക്വൽ ടു എന്താ വന്നിരിക്കുന്നത്? C ആണ് തന്നിരിക്കുന്നത്. പക്ഷെ N നെ കുറിച്ച് യാതൊരു ഐഡിയയും തന്നിട്ടില്ല. n/2 N നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ, N അറിയില്ല. അപ്പൊ നമുക്ക് SN കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? N കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ANന്റെ ഇക്വേഷനിൽ നിന്ന് N നമുക്ക് എടുത്തെഴുതണം അല്ലെ. അപ്പൊ നമുക്ക് D കണ്ടുപിടിക്കണം. ANന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? AN ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ആദ്യം നമ്മൾ D കണ്ടുപിടിക്കണം. D എന്താണെന്ന് നോക്കാം. D എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമാ. സെക്കൻഡ് ടേം എന്താണ്? A2 മൈനസ് A1 അല്ലെ. A2 എന്താ നമുക്ക് തന്നിരിക്കുന്നത്? B മൈനസ് ഫസ്റ്റ് ടേം A. അപ്പൊ നമ്മുടെ D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് B മൈനസ് A ആണ്. അപ്പൊ ഇതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. A എന്ന് പറയുന്നത് എന്താണ്? C ആണ് അല്ലെ. ഫസ്റ്റ് ടേം A ആണ്. n-1 ഇൻറ്റു D എന്ന് പറയുന്നത് എന്താണ്? B മൈനസ് A ആണ് അല്ലെ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. C is equal to A പ്ലസ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. N ഇൻറ്റു B NB n-1 ഇൻറ്റു B മൈനസ് A അല്ലെ. നമുക്ക് എഴുതാം B മൈനസ് A. നമുക്ക് ഈ എനെ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തിനും C മൈനസ് A is equal to n-1 ഇൻറ്റു B മൈനസ് A ആയിട്ട് മാറും അല്ലെ. അവിടെ നിന്ന് നമുക്ക് n-1 എന്താന്ന് നോക്കാം അല്ലെ. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോരും ഡിവിഷൻ ആവും. C മൈനസ് A ഡിവൈഡഡ് ബൈ B മൈനസ് A ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ടേം n ആണ് അല്ലെ. ഇവിടെ -1 ആവശ്യമില്ല. ഈ -1 ഇങ്ങോട്ട് പോരുമ്പോ എന്തോരും? n ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോ C മൈനസ് A ഡിവൈഡഡ് ബൈ B മൈനസ് A പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, ഡിനോമിനേറ്റർ സെയിം ആക്കി വരുമ്പോൾ ഇവിടെ എന്ത് വരണം? നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആണ് അല്ലെ. രണ്ട് സൈഡിലും നമുക്ക് B മൈനസ് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും B മൈനസ് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. B മൈനസ് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. then this become C മൈനസ് A പ്ലസ് B മൈനസ് A ഡിവൈഡഡ് ബൈ B മൈനസ് A വരും അല്ലെ. അപ്പൊ ഇതെന്ത് വരും? ദിസ് ബിക്കം C പ്ലസ് B മൈനസ് 2A ഡിവൈഡഡ് ബൈ B മൈനസ് A ആണ് എന്ത് വരുന്നത്? N എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വരുന്നു. C പ്ലസ് B, ഇവിടെ C ഉണ്ട്, പ്ലസ് B മൈനസ് 2A ബൈ B മൈനസ് A. ഇനി നമ്മുടെ നെക്സ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. N is equal to ഇവിടെ എന്ത് വരും? നമ്മുടെ N വന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. C പ്ലസ് B മൈനസ് 2A ഡിവൈഡഡ് ബൈ B മൈനസ് A ഇൻറ്റു 2 വരും അല്ലെ. ഡിവൈഡഡ് ബൈ 2ന്റെ 2 വരും ഇൻറ്റു A എന്താണ്? A തന്നെയാണ്. ലാസ്റ്റ് ടേം nth ടേം എന്ന് പറയുന്നത് C ആണ്. ഓക്കെ. അപ്പൊ അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ കിട്ടും. SN is equal to A പ്ലസ് C ഫസ്റ്റ് എഴുതുക, പിന്നെ B പ്ലസ് C എന്ന് എഴുതുക. C പ്ലസ് B ക്ക് വരും B പ്ലസ് C മൈനസ് 2A ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു B മൈനസ് A ആയിരിക്കും. hence പ്രൂഫ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് തെറ്റിക്കാതെ ചെയ്യുക മാത്രം ചെയ്താൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സം ഓഫ് n നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായി നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.